ഇപ്പോഴും SFIക്കാരെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രധാനപ്പെട്ട SFI നേതാക്കന്മാരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ അവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ജാമ്യം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കേരളത്തിലെ ക്യാമ്പസിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമാണ്. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ പരസ്യമായി നൂറുകണക്കിന് കുട്ടികളുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി 2 ബെൽറ്റ് പൊട്ടുന്നതുവരെ അടിച്ച് കമ്പിവടി കൊണ്ടും വയറുകൊണ്ടുമെല്ലാം അടിച്ചാണ് ആ കുഞ്ഞിനെ തല്ലിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്ത് വെച്ച്, ഒരു സ്ഥലത്ത് വെച്ച് മാത്രമല്ല, പല സ്ഥലത്ത് വെച്ച്. എന്തൊരു കാര്യത്തിൻ്റെ പേരിൽ SFI പോലുള്ള ഒരു സംഘടന ഇപ്പം TP ചന്ദ്രശേഖരൻ്റെ കേസിലെ വിധി വന്നിരിക്കുകയാണ്. എത്ര ക്രൂരമായ ഗൂഢാലോചനയും കൊലപാതകവുമാണ് ചന്ദ്രശേഖരനെതിരെ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുക. അതിന് നേതൃത്വം കൊടുത്ത CPM നേതാക്കന്മാർ വളർത്തിയെടുക്കുന്ന ഈ പുതിയ തലമുറ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളായി മാറിയിരിക്കുകയാണ്. വലിയ ക്രിമിനലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SIയുടെ കരണക്കുറ്റിക്കടിച്ച് കർണപുടം പൊട്ടിച്ച SFI നേതാക്കന്മാർ, അതായത് CPM നേതാക്കന്മാർ പറഞ്ഞു TP ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് പൂക്കുല പോലെ റോട്ടിൽ ചെതറിക്കുമെന്ന് പറഞ്ഞു, തെങ്ങിൻ പൂക്കുല പോലെ. SFI നേതാക്കന്മാർ ചാലക്കുടിയിൽ പറഞ്ഞത് അവിടുത്തെ SIയെ പേപ്പറ്റിയെ പോലെ വഴിയിലിട്ട് തല്ലുവെന്നാണ്. അപ്പോൾ ഇവർ വലിയ ക്രിമിനൽ സംഘമായി ക്യാമ്പസിൽ കേൾവി പോലും ഇല്ലാത്ത കേരളത്തിലെ രക്ഷിതാക്കളെല്ലാം വലിയ ധർമ്മസങ്കടത്തിലാണ്. മക്കൾ പഠിക്കുന്ന കോളേജിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു മകന് പറ്റിയത് തങ്ങളുടെ മക്കൾക്ക് പറ്റുമോ എന്നുള്ള ഭീതിയിലാണ് കേരളത്തിലെ രക്ഷകർത്താക്കൾ നിൽക്കുന്നത്. അത്ര അപകടകരമായ, അത്ര ഞെട്ടിക്കുന്നൊരു സംഭവം നടന്നിട്ട് പോലും പോലീസ് അതിനോട് പ്രതികരിക്കുന്നത് എത്ര ദുർബലമായിട്ടാണ്. എന്താണ് ഇവിടുത്തെ നീതിന്യായ സംവിധാനം? ആർക്കാണ് ഇവിടെ നീതി കിട്ടുന്നത്? ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടി എടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സമരം. അതുകൊണ്ട് കുറ്റവാളികളെ നിർബന്ധമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരും പോലീസും സ്വീകരിച്ചില്ലെങ്കിൽ കേരളം കാണാത്ത സമരപരിപാടികൾ ഇക്കാര്യത്തിലുണ്ടാകും. ഇനിയൊരു കുഞ്ഞിനും കേരളത്തിൽ ഇത് ആവർത്തിക്കരുത്. ഇതെല്ലാ ക്യാമ്പസുകളിലും നടക്കുകയാണ്. ഈ കുഞ്ഞ് മരിച്ചതുകൊണ്ടാണ് ഇത് പുറത്തറിഞ്ഞത്. കുറേ അധ്യാപക സംഘടനാ നേതാക്കൾ CPMമാരുടെ അവർക്കെതിരായും നടപടിയെടുക്കണം. അവരെയും ഈ കേസിൽ പ്രതികളാക്കണം. റാഗിംഗ് നടന്നിട്ട്, ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് അവിടെയുള്ള ഡീൻ അടക്കമുള്ള അധ്യാപകർ ഇത് ഒളിച്ചു വയ്ക്കുകയായിരുന്നു. കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പുറത്ത് നിങ്ങളിത് പറയരുത് എന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ബന്ധുക്കൾ എന്നപ്പോൾ അവരോട് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇവരെയൊക്കെ അധ്യാപകരാക്കി എങ്ങനെ വയ്ക്കുന്നത്? ഇവരൊക്കെയാണ് അധ്യാപകർ കേരളത്തിലെ ക്യാമ്പസിൽ. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു അധ്യാപകൻ ഇനി അവിടെ പഠിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്കെതിരായി അന്വേഷണം നടത്തി യുക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അവരെയും ഞങ്ങൾ ഉപരോധിക്കും, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല.